ജീൻസ് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെയും കെമിസ്ട്രിയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഇമോഷൻസിൻ്റെയും ചിന്തകളുടെയും പെരുമാറ്റത്തിൻ്റെയും ഒക്കെ ഒരു രൂപഘടന വരുത്തി തീർക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഡിപ്രഷൻ, ആൻസൈറ്റി, OCD, ADHD തുടങ്ങിയ പല കാര്യങ്ങളും, സ്കിസോഫ്രീനിയ അടക്കമുള്ള മാനസിക രോഗങ്ങളുമൊക്കെ പലപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യപ്പെട്ട് മാതാപിതാക്കൾക്കുള്ള പോലെ തന്നെ മക്കളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നതും ശരീരത്തെ എന്ന പോലെ തന്നെ മനസ്സിനെയും ജനറ്റിക്സ് സ്വാധീനിക്കാറുണ്ട്. സോഷ്യലി അല്പം വിഡ്രോ ചെയ്ത് മാറി നിൽക്കുന്ന തരത്തിലുള്ള നേച്ചറാണ് മാതാപിതാക്കൾക്കെങ്കിൽ പലപ്പോഴും മക്കളും ആ ഒരു നേച്ചറിലേക്ക് പോകുന്നത് കാണാറുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജീൻസിന്, ജനറ്റിക്സിന് കൃത്യമായ സ്വാധീനമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ അപ്ബ്രിങ്ങിങ്ങിൽ എന്നുള്ളതാണ്. Hi, Dr. Vipin Roldan here, Senior Consultant Psychologist, Roldan Rejuvenation Mind Behavior Studio, കൊച്ചിൻ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും ഒക്കെ രൂപസാദൃശ്യങ്ങൾ നമുക്കുണ്ട്. കണ്ണിൻ്റെ കളർ അടക്കം, സ്കിൻ ടോൺ, ഹെയറിൻ്റെ പ്രത്യേകതകൾ, നമ്മുടെ ശരീരത്തിലുള്ള പല പ്രത്യേകതകളും നമ്മുടെ മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും ആണെന്ന് നമുക്ക് വളർന്നു വരുമ്പോൾ മനസ്സിലാകാറുണ്ട്, അവർ പറയാറുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മളിലേക്ക് വരാറുണ്ട്, അത് അവരുടെ അസുഖങ്ങളാണ്. കുടുംബത്തിൽ പ്രമേഹ രോഗസാധ്യതയുണ്ടെങ്കിൽ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ മറ്റാർക്കെങ്കിലുമൊക്കെ പ്രമേഹമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മളിലേക്കും വരികയും നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. ടൈപ്പ് 2 ഡയബറ്റിക്സ് ഒക്കെ ഈ രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ വരുന്നതാണ് അപസ്മാരമടക്കമുള്ള രോഗങ്ങൾ, BP, ഇത്തരത്തിലുള്ള പല അസ്വസ്ഥതകൾ, ആസ്മ അടക്കമുള്ള രോഗങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുകയും നമ്മളും പലപ്പോഴും രോഗികളായി മാറുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂട്ട് അന്വേഷിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളിലേക്കൊക്കെയാണ്. ഇത്തരത്തിൽ അസുഖങ്ങൾ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മറ്റാരും വഴിയല്ല, ജീൻസ് വഴിയാണ്. ജീനുകൾ വഴി, ഈ പാരമ്പര്യ ഘടകങ്ങൾ വഴി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അസുഖങ്ങൾ അനവധിയാണ്. ശരീരത്തെ എന്ന പോലെ തന്നെ മനസ്സിനെയും ജനറ്റിക്സ് സ്വാധീനിക്കാറുണ്ട്. സോഷ്യലി അല്പം വിഡ്രോ ചെയ്ത് മാറി നിൽക്കുന്ന തരത്തിലുള്ള നേച്ചറാണ് മാതാപിതാക്കൾക്കെങ്കിൽ പലപ്പോഴും മക്കളും ആ ഒരു നേച്ചറിലേക്ക് പോകുന്നത് കാണാറുണ്ട്. വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ പ്രകടിപ്പിക്കുന്ന നേച്ചറുള്ളവരുടെ മക്കളും പലപ്പോഴും ആ രീതിയിലൊക്കെ പെരുമാറാറുണ്ട്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ചില മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസും വരുന്നത്. ഉദാഹരണത്തിന് വിഷാദം അഥവാ ഡിപ്രഷൻ, ആൻസൈറ്റി, OCD, ADHD തുടങ്ങിയ പല കാര്യങ്ങളും, സ്കിസോഫ്രീനിയ അടക്കമുള്ള മാനസിക രോഗങ്ങളുമൊക്കെ പലപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യപ്പെട്ട് മാതാപിതാക്കൾക്കുള്ള പോലെ തന്നെ മക്കളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നതും അവരും അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതും നമ്മൾ കാണാറുണ്ട്. ജീൻസ് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെയും കെമിസ്ട്രിയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഇമോഷൻസിൻ്റെയും ചിന്തകളുടെയും പെരുമാറ്റത്തിൻ്റെയും ഒക്കെ ഒരു രൂപഘടന വരുത്തി തീർക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ജനറ്റിക് ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ച് ചില പഠനങ്ങളുണ്ട്. അതിൽ രസകരമായൊരു പഠനം ഐഡൻറ്റിക്കൽ ട്വിൻസിനെ സംബന്ധിച്ചാണ്. ഇവർ അപ്ബ്രിങ്ങിങ് ചെയ്യപ്പെട്ടത്, വളർത്തപ്പെട്ടത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. പക്ഷേ ഇവർ ഒരേ ജീൻസും ഹോർമോൺസും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നവരാണ്. രണ്ടാളും രണ്ട് സാഹചര്യത്തിലാണെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരേ സ്വഭാവം തന്നെ, ഒരേ സ്വഭാവ രീതികൾ തന്നെ കാണിച്ചതായിട്ടാണ് നമുക്ക് പഠനത്തിലൂടെ മനസ്സിലാവുന്നത്. മറ്റൊരു പഠനം അഡോപ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചാണ്. അവർ മറ്റൊരു ജീവിത സാഹചര്യത്തിലും മറ്റൊരു പേരൻസിലൂടെയാണ് വളർത്തപ്പെട്ടതെങ്കിലും അവരുടെ ബയോളജിക്കൽ പേരൻസിൻ്റേതായ പല ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് ഇവരും കാണിച്ചത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജീൻസിന്, ജനറ്റിക്സിന് കൃത്യമായ സ്വാധീനമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ അപ്ബ്രിങ്ങിങ്ങിൽ എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകളുടെ DNA സ്കാൻ ചെയ്തതിലൂടെ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട കാര്യം 2 തരത്തിൽപ്പെട്ട ജീനുകളുണ്ട് എന്നതാണ്. അതിലൊന്ന് ത്രിൽ സീക്കിങ്ങും അതുപോലെ തന്നെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റീസൊക്കെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ജീൻസ് ആണെങ്കിൽ മറ്റൊന്ന് ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ജീൻസാണ്. അത് ഡിപ്രഷനിലേക്കോ ആൻസൈറ്റിയിലേക്കൊക്കെ ലീഡ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ജീനുകളാണ്. ഇതിൻ്റെയൊക്കെ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ജീൻസ് നമ്മുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും ഒക്കെ നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ ഘടകമാണ് എന്നിരിക്കലും നമ്മൾ ഏത് തരത്തിൽപ്പെട്ട ഒരു ജീനിൻ്റെ ഉടമയാണ്, ജീൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസസ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ലൈഫിനെ പൂർണ്ണമായ രീതിയിൽ ജീൻസ് മൂലമാണ് നമ്മുടെ ലൈഫിൽ പ്രത്യേക രീതിയിൽ ആവുക എന്ന് പറയേണ്ട ഒരു അവസ്ഥയില്ല. പകരം ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളിലുള്ള ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളുടെ, അസുഖങ്ങളുടെ ഒരു പരമ്പര അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പരമ്പരകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സ്പീരിയൻസസ് വഴിയായിട്ട് നമ്മൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ എക്സ്പോഷേഴ്സ് എടുത്ത് എക്സ്പീരിയൻസുകളിലൂടെയും എക്സ്പോഷേഴ്സിലൂടെയും അറിവുകളുടെയും തിരിച്ചറിവുകളുടെയും നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യാനും വിജയത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇൻ കൺക്ലൂഷൻ, ജനറ്റിക്സ് നമുക്ക് നൽകുന്നത് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച ഒരു ബ്ലൂ പ്രിൻ്റാണ്. പക്ഷേ
നമ്മുടെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും എക്സ്പീരിയൻസസും നമ്മുടെ ചോയ്സസുമാണ് നമ്മുടെ ലൈഫിൻ്റെ റിയൽ ഡിസൈനായിട്ട് മാറുന്നതും നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത്.